വാട്സപ്പിനകത്ത് വന്നിട്ടുള്ള ചാറ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാനുള്ള ബട്ടൺ ഇതുപോലെ വരുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ ഈ ഷെയർ ബട്ടനകത്ത് 99% ആൾക്കാരും അറിയാതെ പോയ ഗംഭീരമായൊരു ഫീച്ചർ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. വാട്സപ്പിൽ നമുക്ക് വരുന്ന ടെക്സ്റ്റ് മെസ്സേജുകൾ, ചിത്രങ്ങൾ, ലിങ്കുകൾ അങ്ങനെ പലതിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഗംഭീര ഓപ്ഷനാണ് ഞാൻ കാണിച്ചു തരുന്നത്. അത് ഓരോന്നായി പറഞ്ഞു തരാം. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇംഗ്ലീഷിൽ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതുപോലെ മലയാളമടക്കമുള്ള ഏത് ഭാഷയിലുള്ള മെസ്സേജ് ആയാലും ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ആ മെസ്സേജ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് സാധാരണ പോലെ മുകളിലെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മെറ്റ AI എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ട ഓപ്ഷൻ ഇതുപോലെ വരും. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ മെസ്സേജിൽ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ആ കാര്യം ചോദിക്കുക. ഇതിപ്പോൾ ഇംഗ്ലീഷിലുള്ള മെസ്സേജ് ആയതുകൊണ്ട് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആ മെസ്സേജ് മലയാളം മെസ്സേജ് ആയാലും അതിൽ എന്താണ് അറിയേണ്ടത്, എന്ത് മറുപടിയാണ് വേണ്ടത്, ജസ്റ്റ് അതൊന്ന് എഴുതിയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. ആദ്യ തവണ സെൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ കൺസെൻറ്റ് ചോദിക്കും. അത് കൺസെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മെസ്സേജ് സെൻഡ് ആകുന്നതാണ്. ഉടനെ തന്നെ നമുക്കതിൻ്റെ മറുപടി ലഭിക്കുന്നതുമാണ്. ഇപ്പോൾ മലയാളത്തിൽ ചോദിച്ചതുകൊണ്ട് തന്നെ മലയാളത്തിൽ ആ ഇംഗ്ലീഷിൽ വന്ന മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് എന്താണ് ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ചുരുക്കരൂപവും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എനിക്ക് മെസ്സേജ് അയച്ച വ്യക്തിക്ക് ഇംഗ്ലീഷിൽ തന്നെ മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ ഏത് ഭാഷയായാലും മറ്റൊരു ഭാഷയിലേക്ക് മറുപടി കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിനെക്കൊണ്ട് തന്നെ മറുപടി എഴുതിപ്പിക്കാൻ പറ്റും. നമുക്ക് എന്താണ് അയാളോട് മറുപടി പറയേണ്ടത് അത് നമുക്കറിയുന്ന ഭാഷയിൽ എഴുതിയിട്ട് അത് ഇംഗ്ലീഷിലേക്കോ തമിഴിലേക്കോ ഏതിലേക്കാണ് വേണ്ടത് അത് എഴുതിയിട്ട് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കേണ്ട മറുപടി 3 ഓപ്ഷനായിട്ട് ഇത് തരും. അതിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന മറുപടി നമുക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് അയച്ച ആൾക്ക് അവരുടെ ഭാഷയിൽ നമുക്ക് മറുപടി കൊടുക്കാനും ഈ മെറ്റ AI കൊണ്ട് സാധിക്കുന്നതാണ്. ഇനി ഈ രണ്ടാമത്തെ പ്രയോജനം കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ബില്ല് ചിത്രമായിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ ചിത്രങ്ങളായിട്ട് എന്ത് കാര്യമായാലും ബില്ലിൽ നിന്ന് മാത്രമല്ല എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. നേരത്തേതുപോലെ തന്നെ ഷെയർ ബട്ടൺ എടുക്കുക. എന്നിട്ട് മെറ്റ AIയിലേക്ക് കൊടുത്തിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിൽ എന്താണ് അറിയേണ്ടത്. ഞാനിപ്പോൾ ഇത് കണക്ക് കൂട്ടിയത് ക്ലിയർ ആണോ, ഇതിൻ്റെ കണക്കിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടാണ് സെൻഡ് ചെയ്തത്. നിങ്ങൾക്ക് കാണാം മറുപടി നൽകിയിട്ട് ഇതിൽ 2 രൂപ തെറ്റുണ്ട് കണക്ക് കൂട്ടിയതിൽ. ഇതുപോലെ കണക്ക് കൂട്ടുന്ന കാര്യമായാലും എന്ത് കാര്യമായാലും ചിത്രത്തിലൊരു കാര്യം അറിയണമെങ്കിലും ടെക്സ്റ്റിലെ കാര്യം അറിയണമെങ്കിലും ഡയറക്റ്റ് മെറ്റ AIയോട് മലയാളത്തിൽ തന്നെ നമുക്ക് ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതുകൊണ്ടുള്ള മൂന്നാമത്തെ പ്രയോജനം പറഞ്ഞു തരാം. വാട്സപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും അയച്ച ചിത്രങ്ങൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടോ മെറ്റ AIയിലേക്ക് കൊടുത്തിട്ട് നേരത്തേതുപോലെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് അത് ഇംഗ്ലീഷിൽ പ്രോംപ്റ്റ് എഴുതണം. മലയാളത്തിൽ പ്രോംപ്റ്റ് ഇപ്പോൾ സപ്പോർട്ടാണ് എങ്കിലും ക്ലിയർ അല്ല. അപ്പോൾ ഇംഗ്ലീഷിൽ പ്രോംപ്റ്റ് എഴുതി സെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ആവശ്യപ്പെട്ടത് അത് ചിത്രത്തിൽ എഡിറ്റ് ചെയ്തിട്ട് ഇതുപോലെ നൽകുന്നതാണ്. ഞാൻ ഹാപ്പി ബർത്ത്ഡേയുടെ പോസ്റ്ററാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഇതര ഭാഷകളിൽ വന്നിട്ടുള്ള ചിത്രങ്ങൾ അത് നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ചിട്ട് അത് മലയാളത്തിലേക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ലിങ്കുകൾ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് ആയാലും വീഡിയോ ആയാലും എന്ത് ലിങ്ക് ആയാലും അത് മെറ്റ AIയിലേക്ക് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. വാട്സപ്പിൽ വന്നിട്ടുള്ള ഓഡിയോ വീഡിയോ മെസ്സേജുകൾ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ തരത്തിലുള്ള മെസ്സേജുകളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് എന്ത് കാര്യവും മെറ്റ AIയോട് ഡയറക്റ്റ് മലയാളത്തിൽ തന്നെ ഈ പറയുന്ന ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.